ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാട്ടോ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. ദേവയാനിയോട് നമ്മുടെ ദേവയാനിയുടെ കൂട്ടുകാരിയുടെ മകള് ചോദിക്കുകയാണ്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആന്റിക്ക് ഫംഗ്ഷന് വരാൻ പറ്റുമോ? അത് പിന്നെ എനിക്ക് വരാൻ പറ്റില്ല മോലെ, വന്നു കഴിഞ്ഞാൽ പിടിക്കപ്പെടും, പക്ഷെ മറിഞ്ഞു നിന്ന ഫംഗ്ഷൻ കാണണമെന്നുണ്ട്. എങ്കിൽ പിന്നെ അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാം. നോക്കട്ടെ, ഏതായാലും ഇന്ന് തന്നെ ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ തുടങ്ങിക്കോ. പിന്നെ തിരക്കുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. തിരക്കൊന്നും ഇല്ലെന്നേ, ഞാൻ തന്നെ മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തോളാം. അതുപോലെ ആന്റിക്ക്. ശരി മോളെ, നീയും ഗ്രേസി ആയതുകൊണ്ട് എനിക്ക് പിന്നെ വലിയ പേടിയൊന്നുമില്ല കേട്ടോ. നിങ്ങളെ രണ്ടുപേരെ എനിക്കറിയാലോ. അതെ, ആ ഡിസൈൻ ഇല്ലേ, ആന്റി പറഞ്ഞ ഡിസൈൻ, അതെനിക്കൊന്ന് സെൻഡ് ചെയ്യോ? എങ്കിൽ പിന്നെ അതനുസരിച്ച് ഞാൻ ഒരു നെക്ലേസ് പണിയിപ്പിക്കാം. അയച്ചിട്ടുണ്ട്, മോള് നോക്കിയേ. കണ്ടു. ശരി ആന്റി, ഇന്ന് തന്നെ ഞാനിത് പണിയാൻ കൊടുക്കാം കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ ഇത് പണിയും എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ദേവയാനി അങ്ങ് പോവുക. അപ്പോഴത്തേക്ക് ആൻമേരി മനസ്സിലിങ്ങനെ വിചാരിക്കുക, അമ്മായിയമ്മയും മരുമകളും കൊള്ളാലോ, ഇത് ഒരിടത്തും ഇല്ലാത്ത സ്നേഹമാണല്ലോ എന്നൊക്കെ. ഇത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നയനയുടെ ഫോണിലേക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നയന ഫോൺ എടുത്തിട്ട് ഹലോ ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ ആൻമേരിയാ. അന്ന് നയനെക്കുറിച്ചേ ഞാനാ റിപ്പോർട്ട് അവതരിപ്പിച്ചത് ചാനലില്. എന്താ ഇങ്ങോട്ട് വിളിച്ചത്? അത് പിന്നെ വിമൻസ് കൾച്ചർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, WCS, അറിയാമോ? ഏതായാലും അതിന്റെ ഡിസൈനർ ഓഫ് ഇയർ ആയിട്ട് മേഡത്തെയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നെയോ? മേഡത്തെ തന്നെയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഹലോ മേഡം. ഹലോ, പറഞ്ഞു ആൻമരിയ. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാട്ടോ. പെട്ടെന്ന് ഇത് അറിഞ്ഞപ്പോഴേ ഞാൻ അപ്സെറ്റ് ആയിപ്പോയി. അത് സാരമില്ല. ഏതായാലും മേഡത്തിന്റെ കഴിവുകളെ ഞങ്ങൾ അംഗീകരിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അല്ല, ആൻമരിയ എന്ന് പറയുമ്പം ഗ്രേസി ആന്റിയുടെ മോളല്ലേ? അതെ, ഗ്രേസി ആന്റിയുടെ മോള് തന്നെയാണ്. അപ്പൊ എന്നെപ്പറ്റി അവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നയനയോട്? അന്ന് എന്നെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തപ്പം ആദർശേട്ടൻ പറഞ്ഞിരുന്നു, ആദർശേട്ടന്റെ അമ്മയുടെ സുഹൃത്ത് ഗ്രേസി ആന്റിയുടെ മോളാണ് ആൻമരിയ എന്നൊക്കെ. അതെ, ഞാന് ഗ്രേസിയുടെ മോള് തന്നെയാണ്. പക്ഷേ എന്ന് പറഞ്ഞേ, നിങ്ങളുടെ അമ്മായിയമ്മയ്ക്ക് അറിയില്ലല്ലോ ഈ അവാർഡിനെ കുറിച്ച്. ഞാൻ ഈ അവാർഡിനെ കുറിച്ച് ആന്റിയോട് പറഞ്ഞിട്ടുമില്ല. അതെന്താ പറയാത്തത്? അത് പിന്നെ മേഡത്തിനോട് ആന്റിക്ക് അത്ര താല്പര്യം ഇല്ലെന്ന് അറിയാം. അതുകൊണ്ട് ചുമ്മാ എന്തിനാ വായിലിരിക്കുന്നത് കേൾക്കണത്. എന്തായാലും ഞങ്ങൾ പെൺകുട്ടികൾക്കെല്ലാം ഒരു റോൾ മോഡൽ തന്നെയാട്ടോ നയന മേഡം. ഡിസൈനും എല്ലാവർക്കും ഇഷ്ടമാണ്. അതിനുള്ള അംഗീകാരമാണ് ഞങ്ങൾ തരാൻ പോകുന്നത്. ഡേറ്റും മറ്റു ഡീറ്റെയിൽസും ഞാൻ പിന്നെ അറിയിക്കാം. ഓക്കെ, അതുപോലെ എങ്കിൽ പിന്നെ ശരി മേഡം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു നമ്മുടെ ആൻമരിയ. ഏതായാലും ഇതിനു പിന്നിലും നമ്മുടെ ദേവയാനിയുടെ കൈകളുണ്ടോ എന്നൊരു ചെറിയ സംശയം നയനയ്ക്കുണ്ട് കേട്ടോ. നയന ഇങ്ങനെ ചിന്തിക്കുകയാണ് മനസ്സിൽ. എന്തോ ഉണ്ട്. ഞാൻ എന്തായാലും ഇതേപ്പറ്റി ആരോടും പറയാൻ പോകുന്നില്ല. അറിയേണ്ടവരെല്ലാം ആൻമരിയുടെ നാവിൽ നിന്ന് തന്നെ അറിയട്ടെ. എന്തായാലും ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചത് എൻ്റെ അമ്മായിയമ്മ തന്നെ, അത് 100% ഉറപ്പാ. അതിനുവേണ്ടി തന്നെ അപ്പം ആൻമരിയനെ വിളിച്ചതും ആൻമരിയനെ കാണാൻ പോയതും. എന്നിട്ടൊന്നും അറിയാത്ത പോലെ കൊച്ചു കള്ളി. നോക്കാം ഈ കളി എവിടം വരെ പോകുമെന്ന് എന്നിങ്ങനെ നയന മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാണ് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് വേറെ ആരുമല്ലാട്ടോ, നമ്മുടെ വേണു രേവതി ഇങ്ങനെ ഇരിക്കുന്നു. എണ്ണയിട്ട് കൊടുക്കാണ് മകള്. അങ്ങനെ നമ്മുടെ വേടൂര് രേവതിക്കും ഭയങ്കര വേദന, കൈയൊന്നും അനക്കാൻ പറ്റുന്നില്ല കേട്ടോ. എണ്ണയിട്ട് ഇങ്ങനെ തിരുമുക നമ്മുടെ അനാമിക. അപ്പോഴേക്കും വേണു പറഞ്ഞു, എല്ലൊക്കെ പൊട്ടിയെന്നാ തോന്നുന്നത്, അതുപോലെ വേദനയാ, ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി കിടക്കണം. അതേ വേണേട്ടാ, എനിക്കും ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ വേണ്ടി വരുന്നാ തോന്നുന്നത്. അപ്പോഴത്തേക്കാണ് പുറത്ത് ആരോ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നത്. ഇത് കേട്ട ഉടനെ ഒന്ന് ചങ്കു പിടച്ചു കേട്ടോ, വേണുവിന്റെയും രേവതിയുടെയും അനാമികയുടെയും. ദൈവമേ, അതിനി ആരാണെന്ന് അറിയത്തില്ലല്ലോ. പകൽ സമയത്ത് ആരെങ്കിലും തല്ലാൻ വരുവോ അച്ഛാ? ഒന്നും പറയാൻ പറ്റത്തില്ല. പകലെന്നോ രാത്രിയെന്നോ ഒന്നുമില്ല. എങ്കിലും മോൾ എന്തായാലും ചെന്ന് വാതിൽ തുറക്ക. ഞാനോ? എന്നിട്ട് ഞാൻ തല്ലുകൊള്ളട്ടെ എന്നല്ലേ? അച്ഛനും അമ്മയും കൊള്ളാലോ. മോൾ ആദ്യം പോയി ജനലിൽ കൂടി നോക്കാരാണെന്ന് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക അവിടെ നിന്ന് എണീറ്റ് നേരെ ജനലിൽ കൂടെ നോക്കുകയാണ്. അപ്പം ജനലിൽ കൂടെ നോക്കുമ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ അനിയാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ അനാമിക പറഞ്ഞു, അതെന്റെ ഭർത്താവ്, എന്റെ മണത്താവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നേരെ വാതിൽ തുറക്കാൻ ചെല്ലാണ്. അങ്ങനെ നേരെ വാതിൽ തുറന്നു. എന്നിട്ട് അനാമിക ചോദിച്ചു, അല്ല ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ?
ഏതായാലും കേറി വാ എന്ന് പറഞ്ഞു. നമ്മുടെ അനി അകത്തേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെന്നപ്പോ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ രണ്ടുപേര് ചതവും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞ മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചയാണ് എനിക്ക്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി അരികിലേക്ക് ചെന്നു. രേവതി അതിലേക്ക് ചെന്നപ്പോഴത്തേക്കും, അല്ല ആര് സ്ഥിരമായിട്ട് ഈ വീട്ടിൽ കയറി അച്ഛനമ്മ ഇങ്ങനെ തല്ലുന്നത്? അതിന് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല മരുമോനെ. തല്ലിയവരെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. തല്ലിയവര് ഞങ്ങളെ മുഖം കാണിച്ചിട്ട് തന്നെയാ പോയത് ഈ തവണ. ഒരു പെണ്ണും 2 പയ്യന്മാരുമാണ് പ്രതികള്. ഇത് കേട്ട ഉടനെ നമ്മുടെ അനി ചോദിച്ചു, അല്ല ഈ പെണ്ണേതാ, ഈ പയ്യനേതാ? അല്ല നിങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞിട്ട്. അല്ല ഇനിയിപ്പൊ പയ്യന്മാരെ എനിക്കറിയില്ല, പയ്യന്മാരിൽ ഒരാള് നീയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ആവശ്യത്തിലധികം തല്ല് കിട്ടുന്നുണ്ട്. ശരീരം ആകെ ചതഞ്ഞു, ഒരു സ്ഥലം പോലും ഇല്ല. അല്ല പോലീസിൽ കംപ്ലൈന്റ് ചെയ്യത്തില്ലായിരുന്നോ? കംപ്ലൈന്റ് ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. പ്രതികള് അത്രയ്ക്ക് സമർത്ഥന്മാരാ, അവരെ രക്ഷിക്കാനും ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേടാ നിനക്ക്? നിന്റെ ഈ പ്രതി എന്ന് പറയുന്നത് നിന്റെ കാമുകിയാണെന്ന്. അവളെ പോലീസ് അറസ്റ്റ് ചെയ്താലേ പിന്നാലെ രക്ഷിക്കാൻ ആൾ ഓടി ചെല്ലൂലോ. പിന്നെ എങ്ങനെയാ? ഇപ്പൊ തന്നെ കോടതിയിൽ നിന്ന് അവള് രക്ഷപ്പെട്ടില്ലേ? കോടതിയിൽ നിന്ന് അവള് രക്ഷപ്പെട്ടെങ്കിലേ അനാമികെ അവൾ നിരപരാധി ആയതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്, അല്ലാതെ അവളെ ആരും രക്ഷിച്ചതല്ല. ഒരുത്തിനൊരു പെൺകുട്ടിയെ കടന്നു പിടിക്കുന്നത് കണ്ടിട്ടാ അവൻ അവളെ തല്ലിയത്, അറിയാലോ. അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ കേസായപ്പോഴത്തേക്കും പെൺകുട്ടിയും തല്ലുകൊണ്ടവനും ഒക്കെ ഒന്നായി. ലാസ്റ്റ് അത് വെറുതെ നന്ദുവിന്റെ പേരിൽ വന്നു. അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ക്യാമറയിൽ വ്യക്തമായിട്ട് പതിഞ്ഞത് കൊണ്ട് തന്നെയാണ് കോടതി നന്ദുവിനെ വെറുതെ വിട്ടത്. അല്ലാതെ ചുമ്മാ ആരുടെയും ഓച്ചാരോ ഔദാര്യോ ഒന്നും അല്ല നന്ദു വെളിയിൽ ഇറങ്ങിയത്. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, ഇനി അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കണ്ട മോളെ, എനിക്ക് ചായ ഇട്ട് കൊടുക്ക്. പിന്നെ അതിനൊക്കെ ചായ ഇടാനൊക്കെ അറിയോ? അല്ല ഇവള് ചായ ഇടുവോ? അതെ കളിയാക്കൊന്നും വേണ്ട, ഒരു ചായ ഇടാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ് നമ്മുടെ അനാമിക നേരെ പോവുകയാണ് കിച്ചണിലേക്ക് ചായ ഇടാനായിട്ട്. എങ്ങനെ ഇട്ടുകൊണ്ട് വരുന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഈ വല്ല സോപ്പ് കടിയും കലക്കിക്കൊണ്ട് വന്നാൽ തീർന്ന്. ഈ സമയത്ത് നമ്മുടെ വേണു പറഞ്ഞു, ദയവ് ചെയ്ത് മോൻ പോയി നന്ദുവിനോട് പറയണം ഞങ്ങൾ ഇനി ആക്രമിക്കരുതെന്ന്. അല്ല അവൾ ആക്രമിച്ചതെന്ന് ഉറപ്പുണ്ടോ? അത് ഉറപ്പാക്കിയിട്ട് തന്നെ അവള് പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. മുഖം കാണിച്ചു, നന്നായിട്ട് വ്യക്തമായിട്ട് ഹെൽമെറ്റ് മാറ്റി മുഖം കാണിച്ചിട്ട് തന്നെ അവൾ ഇവിടുന്ന് പോയത്. അല്ല അവള് അച്ഛനും അമ്മയും തല്ലാൻ മാത്രം എന്ത് തെറ്റാ നിങ്ങൾ അവളോട് ചെയ്തത്? അല്ല എന്തെങ്കിലും തെറ്റ് ചെയ്യാതെ ആരെങ്കിലും പ്രതികരിക്കുവോ? ആരെങ്കിലും തല്ലുവോ? അല്ല ഇനി അവളെ കള്ളക്കേസ് കൊടുക്കാൻ നോക്കിയത് അച്ഛനാണോ? ഇത് കേട്ട് നമ്മുടെ വേണു ഒന്ന് ഞെട്ടിപ്പോയിട്ടോ. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ആര്? വേണുവേട്ടനോ? വേണുവേട്ടനൊന്നും അങ്ങനെ ചെയ്യില്ല, ഒരിക്കലും വേണുവേട്ടൻ അങ്ങനെ ചെയ്യില്ല. പറയാൻ പറ്റില്ല. ഇനിയിപ്പം SI ടെസ്റ്റ് ഒക്കെ എഴുതി നിൽക്കുന്നതല്ലേ, പാസ്സായതല്ല. ഇനിയിപ്പം യൂണിഫോം ഇടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്താലോ? അതിനായ സാധ്യതയുണ്ട്. അല്ല കോടതി വിധി കേൾക്കാൻ അച്ഛൻ എന്തിനാ അങ്ങോട്ട് ഓടിപ്പോയത്? അത് ഞാൻ പോയത് അവള് ഇപ്പൊ അനന്തപുരിയിലെ 2 മരുമക്കളുടെ അനിയത്തിയല്ലേ, അപ്പം അതുകൊണ്ടാണ് ഞാൻ പോയത്. അങ്ങനെയുള്ള ഒരുത്തി ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിലേ ഞങ്ങൾക്കും കൂടെ അല്ലേ നാണക്കേട്. അതുകൊണ്ട് കോടതി വിധി എന്താണെന്ന് അറിയാൻ വേണ്ടിയാ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. എന്തായാലും ശരി, ഒരു കാര്യം ഉറപ്പാ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, കുടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ചിലരെ കുടിപ്പിക്കും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വേണു ഇങ്ങനെ ഓട്ടക്കണ്ടിട്ട് രേവതിനെ നോക്കുകയാണ് കേട്ടോ. എല്ലാം മനസ്സിലായി എന്ന് നമ്മുടെ വേണുവിന് രേവതിക്ക് മനസ്സിലായി. ഇതേസമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ് കേട്ടോ. അനന്തപുരി തറവാടാണ്. അങ്ങനെ നയന ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് വണ്ടിയിൽ പെട്ടെന്ന് ഇങ്ങനെ വരികയാണ്. അപ്പൊ ആദർശല്ല, സോറി, നമ്മുടെ ദേവയാനിയാണ് കേട്ടോ വണ്ടിയിൽ ഇങ്ങനെ വരുന്നത്. അങ്ങനെ വണ്ടിയിൽ വരുന്നു, വണ്ടിയിൽ നിന്ന് വന്ന് ഇറങ്ങുന്നു, നേരെ അനന്തപുരി തറവാട്ടിന്റെ അകത്തേക്ക് വരുന്നു. നമ്മുടെ നയന അവിടെ തന്നെ നിൽപ്പുണ്ടല്ലോ. അപ്പോഴേക്ക് നയന ചോദിച്ചു, അല്ല അമ്മ എവിടെ പോയിട്ട് വരിക? അല്ല ഞാൻ പോയ സ്ഥലമൊക്കെ നിന്നോട് പറയണോ? അല്ല ഒറ്റയ്ക്ക് പോയതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല ഞാൻ മുമ്പ് ഒറ്റയ്ക്ക് പുറത്തു പോകാറുണ്ടല്ലോ, പിന്നെ എന്താ ഇപ്പൊ അതിനൊരു പ്രത്യേകത, ഒരു ചോദ്യം ചെയ്യലൊക്കെ? അല്ല എന്ത് പറ്റി നിനക്ക്? അയ്യോ ഞാൻ ചോദ്യം ചെയ്തൊന്നുമല്ല, ഈ ചൂടത്ത് അമ്മ എവിടെ പോയെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അതെ വണ്ടിയിൽ AC നന്നായി കൂട്ടിയിട്ടിട്ടാ പോയത്, അതുകൊണ്ട് ചൂടൊന്നും അറിഞ്ഞില്ല. അല്ലമ്മേ, എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? അത് ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല, അമ്മയോട് തന്നെ ആദ്യം പറയണമെന്ന് തോന്നി. എന്ത് കാര്യം? എന്നെ ആൻമരി വിളിച്ചിരുന്നു. ഏത് ആൻമരിയാ? അമ്മയ്ക്കറിയില്ലേ? ആ ചാനൽ റിപ്പോർട്ടർ ഗ്രേസി ആന്റിയുടെ മോള്. ഓഹോ അവളെന്തിനാ നിന്നെ വിളിച്ചത്? നിന്നെ വിളിക്കേണ്ട കാര്യം എന്താ അവക്ക്? അല്ല ചാനലിൽ എന്തെങ്കിലും ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിരുന്നോ? നീ ഇപ്പം ഭയങ്കര ഫേമസ് ആണല്ലോ. അങ്ങനെയെങ്കിലേ നിന്നെക്കാളും വലിയ ടാലന്റ് ഉള്ള ആരെങ്കിലും ഞാൻ വിളിക്കാൻ പറയാം. അയ്യോ അതൊന്നും അല്ല, അവരുടെ ഒരു സംഘടനയുണ്ട്, ആ ഒരു സംഘടനയിൽ മികച്ച ടാലന്റ് ഉള്ള സ്ത്രീക്ക് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അത് ഈ തവണ എനിക്കാ കിട്ടുന്നത്, അതിന് എന്നെ വിളിച്ചത്. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ഒരു പുച്ഛഭാവത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട്
വേറെ ആർക്കും അവക്ക് അവാർഡ് കൊടുക്കാൻ തോന്നിയില്ലേ? അത് പിന്നെ തോന്നാത്തത് കൊണ്ടായിരിക്കും എനിക്ക് തന്നത്. കേട്ടിട്ട് ചിരി വരിക. അവക്കും അവളുടെ അമ്മയ്ക്കും ഒക്കെ വട്ട. ഇങ്ങനെ ഒരു അവാർഡ് നിനക്ക് കിട്ടിയെങ്കിലേ പിന്നെ അതിന്റെ കാരണം ഞാൻ തന്നെയാ. എന്നോടുള്ള സ്നേഹമായിരിക്കും അവര് നിന്നോട് പ്രകടമാക്കിയത്. എന്നാൽ ഈ വാർത്ത കേൾക്കുമ്പോഴേ എനിക്കുണ്ടാകുന്ന വിഷമം എത്രയാണെന്ന് അവർക്കറിയില്ലല്ലോ. അല്ല, സത്യത്തിൽ അമ്മയ്ക്ക് വിഷമമുണ്ടോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? എടി, നിന്നെ ഈ വീട്ടിൽ ഇപ്പൊ നിലനിർത്തിയിരിക്കുന്നത് എന്റെ മോനെ കരുതി മാത്രമാണെന്ന് നിനക്കും മറ്റുള്ളവർക്കും ഒക്കെ നന്നായിട്ട് അറിയാലോ. പിന്നെ എന്തിനാ വീണ്ടും നീ ഇങ്ങനെ ചോദിക്കുന്നത്? അതിനപ്പുറം നിനക്കുണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് വലിയ സന്തോഷമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് എനിക്കിത് സങ്കടമായിട്ടുള്ളൊരു വാർത്ത തന്നെയാ. എനിക്കും അത് അത്ര വലിയ സന്തോഷമായിട്ട് തോന്നിയില്ലമ്മേ. അല്ല, എന്നാ പിന്നെ വിളിച്ചു പറഞ്ഞേരെ നിനക്ക് അവാർഡൊന്നും വേണ്ടാന്ന്. അപ്പൊ തന്നെ പ്രശ്നം തീർന്നില്ലേ? നിന്റെ മനസ്സ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നയനെ, നന്നായിട്ട് അറിയാം. അതിനകത്ത് ഇപ്പം താളമേളങ്ങളായിരിക്കും. സന്തോഷം കൊണ്ട് പൂക്കളിട്ട് മൂടുമായിരിക്കും. ഞാൻ വരുന്നതിന് മുമ്പ് ചിലപ്പോൾ നീ സന്തോഷം കൊണ്ട് തുള്ളി ചാടുകയും ചെയ്യും. എന്നിട്ട് എന്നെ ഇതാദ്യം അറിയിച്ചതെന്ന് നിന്റെ വീട്ടിലൊക്കെ എപ്പോഴേ ഇതൊക്കെ അറിയിച്ചു കാണും. നീ കൊട്ടി ആഘോഷിച്ചു കാണും. അത് പിന്നെ ഞാൻ ഇത് ആരെയും അറിയിച്ചിട്ടില്ലമ്മേ. ആദർശേട്ടനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അവനാണല്ലോ ഇതിനകത്തെ ഒന്നാം പ്രതി. ഒന്നാം പ്രതിയോ? എന്ത് പ്രതി? അവനായിരിക്കും ആൻമേരിയെ വിളിച്ച് ഇങ്ങനെ ഒരു അവാർഡ് തരണം എന്നൊക്കെ പറഞ്ഞത്. സ്വന്തം ഭാര്യയെ പുകഴ്ത്താൻ അവൻ മറക്കില്ലല്ലോ. ഇല്ലമ്മേ, ആദർശേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അല്ല, എന്ന് നീ പറഞ്ഞാൽ മതിയോ? ഞാനുമായിട്ടുള്ള അടുപ്പം മുതലെടുത്ത് അവന് നിനക്ക് സംഘടിപ്പിച്ചു തരുന്ന ഔദാര്യമായിരിക്കും ഇത്. എന്നിട്ട് ആർക്കും ഒന്നും അറിയത്തില്ലാത്ത പോലെ ഓരോരുത്തർ അഭിനയിക്കുക. എന്റെ ഡിസൈൻ വൈറലായപ്പം ആൻമരി അത് റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ അമ്മേ. അതിന്റെ പിന്നിലും ആദർശമാണല്ലോ. ഇതൊക്കെ ആർക്കാ നയനെ അറിയത്തില്ലാത്തത്? ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാ. എന്തായാലും അവാർഡ് കിട്ടിയതല്ലേ, പോയി മേടിക്കാൻ നോക്ക്. ഇതൊന്നും എന്നും കിട്ടുന്ന സാധനമല്ലല്ലോ. മേടിച്ചോ എന്നിട്ട് ആഘോഷിച്ചോ. ഇതൊരു ആഘോഷം തന്നെ ആക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോയി. അപ്പോഴത്തേക്കും നയന, ഓഹോ അത് ശരി, അത്രയ്ക്ക് യോഗ്യത ഇല്ലാത്തവളാണെങ്കിലേ ഞാൻ ഈ അവാർഡ് മേടിക്കുന്നില്ല. അമ്മായിയമ്മയുടെ മനസ്സിലുള്ളത് പുറത്തു കൊണ്ടുവരാൻ ഞാനും ചില കളികൾ കളിച്ചേ പറ്റൂ. കൊച്ചു കള്ളി, ഞാൻ കാണിച്ചു തരാടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഏതായാലും ഇതേ സമയം കാണിക്കുന്ന നമ്മുടെ ആദർശിനെയാണ് കേട്ടോ. പിന്നെ ആദർശ് നമ്മുടെ ജയനോട് പറയാണ്, അച്ഛ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. WCC ഏർപ്പെടുത്തി ഈ പ്രാവശ്യത്തെ മികച്ച അവാർഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ നയനയ്ക്കാ കിട്ടിയിരിക്കുന്നത്. ഓഹോ, അത് വലിയ സന്തോഷമുള്ള വാർത്തയാണല്ലോ. അപ്പൊ മോള് അവാർഡ് വിന്നർ ആയല്ലേ? അതെ, അവളുടെ കഴിവിനുള്ള അംഗീകാരം അവൾക്ക് കിട്ടിയത്. അത് പറയാതിരിക്കാൻ വയ്യ. അവൾ ഡിസൈൻ ചെയ്ത നെക്ലേസിന് നയന കളക്ഷൻസ് എന്ന് പേര് കൊടുത്തതോടുകൂടിയേ അത് കൂടുതൽ വൈറലായി. ഈ അവാർഡിന് പിന്നിലെ ഗ്രേസി ആന്റിയും അവരുടെ ആ മകളുണ്ടല്ലോ ആൻമരിയ, അവളും തന്നെയാ. അന്ന് ചാനൽ റിപ്പോർട്ട് ചെയ്തതിലും ആൻമരിയല്ലേ? അതെ, അതിനെ സംബന്ധിച്ച് മറ്റു മീഡിയകളിലും കുറെ വാർത്തകൾ വന്നല്ലോ. അതുകൊണ്ടാണ് അവർക്ക് ഈ അവാർഡ് കിട്ടിയത്. എങ്കിൽ പിന്നെ അല്ല, മോളുമായിട്ട് നീ പോയി സന്തോഷം പങ്കിടും. അതോടൊപ്പം മോളെ അംഗീകരിക്കാത്ത ചിലരുണ്ടല്ലോ വീട്ടില്, അവരും അറിയട്ടെ, നിന്റെ അമ്മ ഉൾപ്പെടെ ഉള്ളവർ അറിയട്ടെ. അത് പിന്നെ അമ്മയ്ക്കിത് വലിയ ഷോക്കായിരിക്കും അല്ലേ അച്ഛാ? ഇനി ആൻമരിയും ഗ്രേസിയൊക്കെ വിളിച്ചിട്ട് ഈ അവാർഡ് ക്യാൻസൽ ചെയ്തോ എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പം ക്യാൻസൽ ചെയ്യും. അങ്ങനെ ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല. ഈ അവാർഡ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പം ക്യാൻസലിംഗ് ഒന്നും പറ്റില്ല അച്ഛാ. എങ്കിൽ പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ഈ സന്തോഷ വാർത്ത നമ്മുടെ നയനയുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി വീട്ടിലേക്ക് ചെല്ലാണ്. ഇതേസമയം മുത്തശ്ശി എന്തൊക്കെയോ ഇങ്ങനെ വായിച്ചു പറക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. രാമായണോ ഭാഗവതോ എന്തൊക്കെയാണ് കേട്ടോ വായിക്കണത്. വയസ്സായ സ്ത്രീ ആണല്ലോ. അപ്പൊ ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ആദർശ് എന്നിട്ട്, മുത്തശ്ശി ഒരു സന്തോഷ വാർത്തയുണ്ട്, മുത്തശ്ശി അറിഞ്ഞായിരുന്നോ? എന്ത് സന്തോഷ വാർത്ത? അപ്പോഴത്തേക്കും അവിടെ നമ്മുടെ ജലജയും ജാനകി വന്നായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ആദർശ് പറഞ്ഞു, ഇവിടെ ചിലർക്കൊക്കെ അത് ഇഷ്ടപ്പെടുമോന്ന് അറിയത്തില്ല, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. നയനയ്ക്ക് ഒരു അവാർഡ് ഉണ്ട്. അവാർഡോ? നയനമോക്കോ? എന്താ അവാർഡ്? അതെ, വുമൻസ് കൾച്ചറിംഗ് സൊസൈറ്റിയുടെ ബെസ്റ്റ് ഡിസൈനർ ആയിട്ടുള്ള അവാർഡാ. അതിന് നയനയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നയനമോളെയോ? അതെ, നമ്മുടെ ചാനലിന്റെ റിപ്പോർട്ടർ ആൻമരിയില്ലേ, അവരാ എന്നെ വിളിച്ച് വിവരം പറഞ്ഞത്. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറഞ്ഞു, ഗ്രേസി ചേച്ചിയുടെ മോള് ആൻമരിയാ. അതെ, അത് അവള് നിന്റെ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് അവാർഡ് കൊടുത്തതാ, അല്ലാതെ അവളുടെ കഴിവ് കണ്ടിട്ടൊന്നും അല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടുകൊണ്ടാട്ടോ നമ്മുടെ നയന വരുന്നത്. അപ്പൊ നയന വന്നത് നയനയുടെ മുഖത്തേക്ക് പുച്ഛഭാവത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ ജലജ. അപ്പം ആദർശ് ചോദിച്ചു, അല്ല നയനെ, നിന്നെ വിളിച്ചായിരുന്നു ആൻമരിയ? വിളിച്ചായിരുന്നു അത് ചേട്ടാ, എന്നിട്ട് വിവരം പറയുകയും ചെയ്തു.
എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, ഓ സന്തോഷമായി, ഒത്തിരി 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 സന്തോഷമായി മോളെ. ഇതുപോലെയുള്ള അവാർഡുകളുണ്ടല്ലോ, അത് നല്ലതാ. നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ടാ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ അവാർഡൊക്കെ കിട്ടുന്നത്. ഒരുപാട് ഒരുപാട് സന്തോഷമായി മോളെ. ഇത് മോളുടെ കഴിവിനുള്ള അവാർഡ് തന്നെ. അപ്പൊ നമ്മുടെ ദേവയാനി അവിടെ വന്നു കേട്ടോ. അപ്പൊ ദേവയാനി വന്നപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, കൂട്ടുകാരിയുടെ മോളും കൂടി ചേർന്ന് കൊടുക്കുന്ന അവാർഡിന്റെ കാര്യം അറിഞ്ഞായിരുന്നോ ഏടത്തി? വലിയൊരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ഒന്നും അറിയാത്ത പോലെ എന്താ പറഞ്ഞത്? അപ്പൊ നമ്മുടെ വസന്തരി പറഞ്ഞു, ഇവൾമാര് പറയുന്ന പോലെ ഒന്നും അല്ല കാര്യം. മോളുടെ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അംഗീകാരം മോൾക്ക് കിട്ടാൻ പോകുന്നത്. അല്ലാതെ ഇത് ആരുടെയും ഔദാര്യമൊന്നും അല്ല. മോൾക്കത് കിട്ടാനുള്ള അർഹതയുണ്ട്. അപ്പൊ നമ്മുടെ ആദർശ് പറഞ്ഞു, അത് പിന്നെ ഗ്രേസി ആന്റിയും ആൻമേരിയും ഒക്കെ ഉൾപ്പെടുന്ന വുമൻസ് സംഘടനയില്ലേ, അവിടെ അവാർഡ് കൊടുക്കുന്നത് നയനയ്ക്ക് എന്നിങ്ങനെ നമ്മുടെ ആദർശ് പറയാണ് കേട്ടോ ദേവയാനിയോട്. അപ്പോഴത്തേക്ക് ജാനകി പറഞ്ഞു, ഏടത്തിയുടെ മുഖം മാറിയത് കണ്ടോ? നേരത്തെ ഈ വിവരം ഏടത്തി അറിഞ്ഞിരുന്നെങ്കിലേ ഉറപ്പായിട്ടും ഇത് ഇവക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞേനെ. പക്ഷെ ഇപ്പൊ ഏടത്തിക്ക് എന്തൊക്കെയോ മാറ്റമുണ്ട്. ഏടത്തിക്ക് പറയത്തില്ല ഇത് കൊടുക്കരുതെന്ന്. അവക്കും അവളുടെ മോൾക്കും ഇങ്ങനെ അബദ്ധമൊന്നും പറ്റേണ്ടതല്ലല്ലോ ജാനകി, എന്തു പറ്റിയെന്ന് അറിയത്തില്ലല്ലോ എന്നിങ്ങനെ നമ്മുടെ ദേവയാനി പറഞ്ഞപ്പോഴത്തേക്കും വസന്തര പറഞ്ഞു, അതെ, നീ നിന്റെ മരുമകളെ എത്ര താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചാലും കാഴ്ചക്കാർക്ക് നല്ലത് കണ്ടാൽ മനസ്സിലാവും ദേവയാനി. അതുകൊണ്ട് ഇത് നയനയ്ക്ക് അർഹതപ്പെട്ട അവാർഡ് തന്നെയാ. നീ ഇനിയിപ്പം ഇത് നിരസിച്ചാലും അത് ഞങ്ങൾ ആരും അംഗീകരിക്കില്ല. അപ്പോഴത്തേക്ക് നയന മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ, എല്ലാ കള്ളത്തരവും ചെയ്തു വെച്ചിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ, ഒന്നും അറിയാത്ത പോലെ. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു, ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. അപ്പം ആദർശ് ചോദിച്ചു, അതെന്താ വിളിച്ചിട്ട് ഇവക്ക് അവാർഡ് കൊടുക്കരുതെന്ന് പറയാൻ പോവാണോ? അങ്ങനെ എങ്ങാനും പറഞ്ഞാ ഉണ്ടല്ലോ ഇവന്റെ മുത്തച്ഛന് സഹിക്കില്ല കേട്ടോ. ഒരാൾക്ക് അയാൾ പോലും അറിയാതെ അംഗീകാരം കിട്ടുമ്പം അതിന് മുടക്കം പറയുന്നത് ശരിയല്ല ദേവയാനി. നീ ഇതൊന്നും പോയി നീ സംസാരിച്ച് കുളവാക്കരുത്. അല്ല, എന്തായാലും ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ ഗ്രേസി എന്നെ വിളിച്ച് ചോദിക്കാതെ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഒന്ന് സൂചിപ്പിച്ചു പോലും ചെയ്തില്ല. അല്ല, സൂചിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെ പറഞ്ഞല്ലോ. നിനക്ക് നിന്റെ മരുമകളെ കണ്ണെടുത്താ കണ്ടുകൂടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്തിനാ ഇതൊക്കെ നിന്നോട് പറയുന്നത്? ഇനിയിപ്പൊ അവര് അവാർഡ് കൊടുത്തില്ല എങ്കിൽ മോളുടെ ആ ഡിസൈന് മറ്റുള്ള ആരെങ്കിലും അവാർഡ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ആ ഡിസൈൻ അതുപോലെ ലോകമെമ്പാടും പരന്നു. അതറിഞ്ഞിട്ടേ ഇവർ ഒരു മുഴം മുമ്പേ എറിഞ്ഞതാ. അവിടെ പിന്നെ തടസ്സം പറയുന്നവരുടെ മുഖമൊന്നും അവർ ഓർത്ത് കാണത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശം പറഞ്ഞു, അത് തന്നെയാ മുത്തശ്ശി സത്യം. അപ്പൊ ദേവയാനി ചോദിച്ചു, എന്ത് സത്യം? ഇവളുടെ കഴിവിനുള്ള അംഗീകാരമൊന്നും അല്ല. എന്റെ മരുമകളായതുകൊണ്ട് തന്നെയാ ഇവക്ക് അവാർഡ് കിട്ടുന്നത്. എന്നോടുള്ള സ്നേഹം ഇവളോട് കാണിച്ചത് അവര്. അങ്ങനെയെങ്കിൽ അങ്ങനെ ദേവയാനി അങ്ങനെ ഇരുന്നോട്ടെ. എന്തായാലും ഇവക്കല്ലേ അവാർഡ് കിട്ടുന്നത്, വഴി കൂടെ പോകുന്നവർക്ക് കിട്ടുന്ന അവാർഡ് അല്ലല്ലോ ഇത്. അപ്പം ജലജ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് പൈസ ഉണ്ടെങ്കിലേ വഴി കൂടെ പോകുന്നവർക്കും അവാർഡ് കിട്ടും. അങ്ങോട്ട് പൈസ കൊടുത്ത് വരെ അവാർഡ് മേടിക്കാൻ പറ്റും. എന്നാ പിന്നെ ജലജ നിനക്കൊന്ന് വാങ്ങിച്ചെടുത്തൂടെ പൈസ കൊടുത്തിട്ട്? അപ്പൊ നമ്മുടെ ജാനകി പറഞ്ഞു, അതിന് ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ. പിന്നെ ഇവളുടെ കയ്യിലാണോ പൈസ ഉള്ളതെന്ന് ആദർശ് ചോദിച്ചു. അപ്പൊ ജലജ പറഞ്ഞു, ഇവളുടെ കയ്യിൽ എന്തിനാ? നിന്റെ കയ്യിൽ പൂത്ത പണം ഉണ്ടല്ലോ. നീ ആയിരിക്കും ഈ അവാർഡ് നിന്റെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുത്തത്. ആരെന്ത് പറഞ്ഞാലും ശരി, ഈ അവാർഡ് ഇവക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ മൂല്യം ഇടിച്ച് താഴ്ത്താനേ ഞാൻ ഒരിക്കലും തയ്യാറല്ല. എന്നെ പോലെ തന്നെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെയുള്ള മറ്റുള്ളവർക്കൊക്കെ സന്തോഷമാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ആരും ഇതിനെക്കുറിച്ച് ഇനി ഇവിടെ സംസാരിക്കണ്ട. ഇനി ആരുടെയും നാക്ക് ഇതിനെക്കുറിച്ച് ഇവിടെ പോകണ്ട. ഇനിയിപ്പം ഇവക്ക് ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയാലും ഈ വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം. അസൂയയും കുശുമ്പും ഒക്കെ നിറഞ്ഞവരാ ഇവിടെ ഉള്ളവര്. അതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വസുന്ധര പറഞ്ഞു, അതും മോൻ പറഞ്ഞത് ശരിയാ. ഈ അസൂയയും കുശുമ്പും ഒക്കെ കളഞ്ഞിട്ട് മോളുടെ അവാർഡ് ദാന ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കുക ചെയ്യേണ്ടത്. പിന്നെ ഇവളുടെ അവാർഡ് ദാന ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കാൻ പോവല്ലേ? അല്ലെങ്കിലും അവാർഡ് മേടിക്കുമ്പം ആസ്വദിക്കാൻ കഴിയാത്തവർ അങ്ങോട്ട് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനിപ്പം ദേവയാനി ആണെങ്കിൽ കൂടി പോകണ്ട. പിന്നെ ഞാൻ പറഞ്ഞൊക്കെ ഇങ്ങോട്ട് തിരിച്ചെടുത്തിരിക്കുന്നു. മോൾ അന്തസ്സായിട്ട് പോയി അവാർഡ് മേടിച്ചിട്ട് വാ മോളെ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി അനുഗ്രഹിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശി പറഞ്ഞു, ഈ വീട്ടില് എത്രയെത്ര മരുമക്കൾ കയറി വന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഈ നിൽക്കുന്ന 2 പേരും ഈ വീടിന്റെ മരുമക്കള് തന്നെയാ. അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ കൊച്ചുമക്കളുടെ ഭാര്യമാരായിട്ട് 3 മരുമക്കള് കയറി വന്നു. അറിയാലോ, അതില് ഏറ്റവും നല്ല മോള് തന്നെയാ. മോക്ക് മാത്രമല്ലേ ഈ ഭാഗ്യം ഉണ്ടായത്. അത് അർഹതപ്പെട്ടത് തന്നെയാ. അതുകൊണ്ട് ഇവരാരും പറയുന്ന ചെവിക്കൊള്ളണ്ട. അങ്ങനെയുള്ളപ്പോഴുണ്ടല്ലോ അസൂയൊക്കെ തലക്ക് പിടിച്ചെന്ന് വരും ചിലവർക്ക്. അതൊക്കെ മോള് കാര്യമാക്കണ്ടെന്നേ. മോൾ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയാം. മോൾ അന്തസ്സായിട്ട് അവാർഡ് പേടിച്ച് വരുന്നത്
മുത്തച്ഛനും മുത്തശ്ശിക്കും കണ്ണ് നിറയെ കാണണം. മുത്തച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ അഭിനന്ദനം കൊണ്ട് മൂടിയേനെ മോളെ, അതുപോലെ മുത്തച്ഛന് സന്തോഷമായേനെ. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറഞ്ഞ അത് ശരിയാ, അവാർഡ് മേടിച്ച ഭാര്യയോട് ഇപ്പം ഭർത്താവിന് സ്നേഹം കൂടി കാണൂലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എല്ലാവരുടെയും മുഖത്ത് നോക്കിയല്ല പറഞ്ഞു നിന്നാട്ടോ ചിരിക്കുന്നത്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, അതെ റൂമിൽ പോയിട്ടെ അവാർഡ് മേടിച്ച ഭാര്യനെ സ്നേഹിച്ചോ. ഇതുപോലെയുള്ള സാഹചര്യങ്ങള് സ്നേഹമുള്ള ഭർത്താക്കന്മാര് ഭാര്യനെ സ്നേഹിക്കും. അതെ, അത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ 2 റൂമിലേക്ക് പൊക്കോളാൻ പറയാണ്. ഈ സമയത്ത് നമ്മുടെ നയനയ്ക്ക് ചെറിയ നാണമൊക്കെ വന്നിട്ട് അപ്പൊ ആദർശ നയനയെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോവാണ്. ജലജയ്ക്കും ജാനകിക്കും കാലിന്ന് പെരുത്ത് കയറുന്നുണ്ട്. അവിടെ നിൽക്കാൻ കൂടി പറ്റുന്നില്ല. അതുപോലൊരു അവസ്ഥയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ പറയുക, ഏടത്തിയുടെ മുഖത്ത് സന്തോഷം ഉണ്ടല്ലോ കണ്ടിട്ട്. ആര് പറഞ്ഞു സന്തോഷം ഉണ്ടെന്ന്? എന്റെ മുഖത്തോ? അമ്മ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ചിരിച്ചതാ. ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിരി വരാതിരിക്കുന്ന എങ്ങനെയാ? ഞാൻ ആലോചിക്കുന്നത് ഇത് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാ സംഭവിച്ചതെന്ന്. ഏതായാലും ഞാൻ ആൻമരിയനെ ഒന്ന് വിളിക്കട്ടെ. ദേ വേണ്ടെന്നാ ഞാൻ പറഞ്ഞ ദേവയാനി, നീ വിളിക്കരുത്. ഈ അവാർഡ് നീ കാരണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ മോൻ പോലും നിന്നെ വെറുക്കും, അറിയാലോ. അവാർഡൊക്കെ കൊടുക്കട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷെ ആരോട് ചോദിച്ചിട്ടാ തീരുമാനിച്ചതെന്ന് എനിക്കറിയണ്ടേ. അപ്പം ജലജ പറഞ്ഞു, അതെ ഇനി ഇതുപോലെയുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കരുതെന്നേ ആ പെങ്കൊച്ചിനോട് പറയണം. അപ്പം നമ്മുടെ വസുന്ധര പറഞ്ഞു, ദേ മിണ്ടാതെന്നോ, പ്രായം ഇത്രയായി, നിന്റെ വായിൽ നിന്ന് വീഴുന്നത് തല്ലുകൊള്ളി തരവാ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ തല്ലിയനെ. മുതുക്ക് പോലെ വളർന്നിട്ടും തല്ല് കൊള്ളാൻ വേണ്ടി മാത്രം ഉണ്ടായ ഒരു ജന്മം, അല്ലാതെ നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ജലജയെന്ന് ചോദിച്ചു. ഇത് കേട്ടത് നമ്മുടെ ദേവയാനി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനും കൂടെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കപ്പം മറക്കരുതേ. ആരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുള്ളതിനോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ള. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.